കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. 29കാരൻ സുജിനാണ് കൊല്ലപ്പെട്ടത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനും കുത്തേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഒരു സംഘം ഇരുവരെയും ആക്രമിച്ചത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനോജ് ചേരുന്നു. മനോജ്, ഈ ആക്രമണത്തിന് എന്താണ് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ് ഈ കൊലപാതകത്തിൽ? വ്യക്തിവൈരാഗ്യമാണ് ഇതിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റുള്ളതൊക്കെ അന്വേഷിച്ച് വരികയാണ്. തുമ്പമണിത്തോടി കാറത്തിന് സമീപമാണ് ഈ ഇന്നലെ സംഭവം ഉണ്ടായത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനും കുത്തേൽക്കുകയായിരുന്നു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. രണ്ടുപേരെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വയറിനാണ് സുജിന് കുത്തേറ്റത്. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർക്കെയും അറിയിച്ചിട്ടുള്ളത്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ബന്ധുക്കളാണ്. പ്രതികളും ഈ മരിച്ച സുജിനും ഒക്കെ ബന്ധുക്കളാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുമ്പമണ്ഡലി സ്വദേശികളായിട്ടുള്ള വിവേക്, സൂര്യജിത്ത്, ലാലു എന്നറിയപ്പെടുന്ന ബിജു, മഹി, വിജയ് എന്നിവരാണ് ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. രാത്രി 10:30 മണിയോടെ ഈ പ്രതികൾ 2 പേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് ഇരു കൂട്ടരും പിരിഞ്ഞുപോയി. അതിനുശേഷം 11 മണിയോടെയാണ് ഈ തുമ്പമൺതൊടിയിൽ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ചതിന് ശേഷം ഈ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സുജിന്റെ ബൈക്കിൽ ഈ സുജിനും അനന്തവും കൂടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പതുങ്ങിയിരുന്ന ഈ 5 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഈ ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിക്കവെയാണ് അനന്തുവിന് മുതുകിൽ കുത്തിയത്. ഈ സൂര്യജിത്താണ് കുത്തിയതെന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഈ പ്രതികളെല്ലാം തന്നെ ബന്ധുക്കളാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.